സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി മഖാം ഷെരീഫ് ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. മഹല്ല് പ്രസിഡന്റ് കെ മരക്കാർ ഹാജി കൊടിയേറ്റം നടത്തി. ഖത്തീബ് A.K. ഇസ്മായിൽ അൽ ഹസനി പ്രാർത്ഥന നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി A.A. സൈനുദ്ദീൻ, ട്രഷറർ K.M. കോയക്കുട്ടി, വൈസ് പ്രസിഡന്റുമാരായ P.A. വീരാൻകുട്ടി മുസ്ലിയാർ, K.P. സുലൈമാൻ, ജോയിന്റ് സെക്രട്ടറിമാരായ K.M. ഷംസുദ്ദീൻ, K.U. നിഷാദ്, മഹല്ല യൂത്ത് ഫെഡറേഷൻ, SKSSF ആൻഡ് SBV യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിൽ നിന്നും ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ഹിഫ്ലസ് സനദ് കരസ്ഥമാക്കിയ മഹല്ല് നിവാസി അബ്ദുൽ കരീമിന്റെ മകൻ മുഹമ്മദ് ആമീനെ ചടങ്ങിൽ ആദരിച്ചു. നേർച്ചയുടെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് മജ്ലിസുന്നൂർ വാർഷിക സംഗമവും ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മൗലീദ് പാരായണവും നടക്കും. തുടർന്ന് 11:30 ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനം കുറിക്കും. സയ്യിദ് MP കുഞ്ഞിക്കോയത്തങ്ങൾ, സയ്യിദ് ഷിഹാബുദ്ദീൻ ആറ്റക്കോയത്തങ്ങൾ, MP അയ്യൂബ് അഹ്സനി, OM ബഷീർ മൗലവി, PK അബൂബക്കർ മൗലവി, മുസമ്മിൽ സുഹ്രി, അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ എന്നിവർ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകും. തൃശ്ശൂർ ജില്ലയിലെ വളരെ പുരാതന മഹലിൽപ്പെട്ട ഒരു മഹല്ലാണ് കാഞ്ഞിരശ്ശേരി മഹല്ല്. കാഞ്ഞിരശ്ശേരി മഹലിൻ്റെ ഓരത്ത് അന്തിയുറങ്ങുന്ന സയ്യിദ് മക്ക ഹാജി തങ്ങൾ പാപ്പ, സയ്യിദ് പട്ടാണി തങ്ങൾ പാപ്പ, സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പാപ്പ അവരുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടക്കമെന്നോണം പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ അനുബന്ധമായ കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു. ഇന്ന് രാത്രി മജ്ലിസുന്നൂറും അതുപോലെ തന്നെ 5 മണിക്ക് ഖത്മുൽ ഖുർആനും നാളെ 11:30 മണിക്ക് മൗലിദ് പാരായണവും അന്നദാനവും നടക്കുന്നുണ്ട്. രാത്രിയിൽ കുത്തുബിയത്തിൻ്റെ മജ്ലിസും നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ കാഞ്ഞിരശ്ശേരി മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഈ മക്കാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന ഏതേത് പരിപാടികളും എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സംഗതിയാണ് ഇതര മത സമുദായങ്ങളോടുള്ള സൗഹൃദം. ഇവിടെ ഏത് വിഷയം നടക്കുമ്പോൾ ആ ഒരു മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മഹല്ലിലും പ്രത്യേകിച്ച് ഈ മക്കാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളും എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഈ മക്കാമുകളിൽ, ഈ മസാറുകളിലൊക്കെ പല ആളുകളും പല ആവശ്യങ്ങൾക്കും ഒരു ഉദ്ദേശപൂർത്തീകരണമായി വരുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായും ഇതര സമുദായക്കാരായ ആളുകളും വരികയും അവർ ഈ മക്കാമിലേക്കുള്ള എണ്ണയും തിരിയും അതുപോലെ തന്നെ അവരുടെ ഹദിയകളൊക്കെ സമർപ്പിക്കാറുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത്, അവർ ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് നേർച്ചയാക്കി ഒരു വഴിപാട് ചെയ്ത് അവർ കാര്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സമുദായക്കാരായ ആളുകളോട് തന്നെ കാഞ്ഞിരശ്ശേരിയെക്കുറിച്ചും ഇവിടുത്തെ ഈ മക്കാമിനെക്കുറിച്ചും പറയാൻ അവർക്ക് 1000 നാവുകളാണ്. അത്രമാത്രം അനുഭവങ്ങൾ, സ്വന്തമായി ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ എന്നോട് തന്നെ പല വിഷയങ്ങളിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന അന്നദാനത്തിൻ്റെയും പ്രത്യേകത തന്നെയാണ്. നാനാജാതി ആളുകൾ, അവിടെ മതത്തിൻ്റെ വേലിക്കെട്ടുകളോ അതിർവരമ്പുകളോ ഇല്ലാതെ എല്ലാ ആളുകളും, എല്ലാ സമുദായക്കാരായ ആളുകളും നല്ല മനസ്സോടുകൂടെ വന്നുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ അവിടെ കാത്തിരുന്ന് ഈ ഒരു തബറുക്കിൻ്റെ ഭക്ഷണം ഏറ്റുവാങ്ങി പോകുന്ന ഒരു കാഴ്ച, അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇനിയും ഒരുപാട് വർഷങ്ങളിൽ ഒരു ഉത്തരോത്തരം ഈ പരിപാടികളൊക്കെ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിച്ചുകൊണ്ട് നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.